വെയിറ്റ് സ്റ്റെക്ക് എന്ന് പറയുന്നത് എല്ലാവരും വെയിറ്റ് ലോസിൻ്റെ ആ ഒരു സമയത്ത് നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇന്നലെ ഒരുപാട് മെസ്സേജ് എനിക്കുണ്ടായിരുന്നു, ഇത്ത വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാ, എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു വെയിറ്റ് ലോസിൻ്റെ വെയിറ്റ് സ്റ്റെക്ക് സീരീസ് തുടങ്ങിയാൽ എങ്ങനെ വേണമെന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിങ് രീതിയിലൊന്ന് ചേഞ്ചസ് വരുത്തുക. അതെ, ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലോട്ടസ് സീഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ ചിയാ സീഡ് വിട്ട് ലോ ഫാറ്റ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് തലേ ദിവസം നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ വെക്കുന്നതൊക്കെ വെക്കും. വേറെ ഷുഗറോ കാര്യങ്ങളോ അല്ലെങ്കിൽ തേനോ ഒന്നും ചേർക്കുന്നില്ല. പകരം ഇതിലേക്ക് ചേർക്കുന്നത് 2 ഡേറ്റ്സ് ആണ്. ആ ഡേറ്റ്സ് നമ്മൾ തലേന്ന് തന്നെ അരിഞ്ഞിടുമ്പോഴത്തേക്കും അത് കുതിർന്ന് ആ ഒരു സ്വീറ്റ്നെസ് അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും, മധുരം ഇട്ട പോലെ തന്നെ. പിന്നെ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ നാത്തൂൻസിൻ്റെ ഡയറ്റ് മിക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ നട്ട്സിൻ്റെ പൗഡറോ ഇട്ടെടുക്കുക, അത് കൂടുതൽ എഫക്റ്റ് ആയിരിക്കും. ഇട്ടതിന് ശേഷം അടച്ച് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നല്ല പൊള്ളി സാധനമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് മാതളം അല്ലെങ്കിൽ പപ്പായ, അതൊക്കെ ചേർക്കാം. മാതളം കുറച്ചുകൂടി നല്ലതായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഈ ഒരു കടിച്ചൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു മാതളം എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതും 2-3 മുട്ടയുടെ വെള്ളയും അല്ലെങ്കിൽ ഒരു മുട്ട മുഴുവനും 2 മുട്ടയുടെ വെള്ളയും എടുക്കുക. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഒരാഴ്ചയായിട്ട് എടുക്കാവുന്നതായിരിക്കും ഇത്. നമുക്ക് വെയിറ്റ് സ്റ്റെക്ക് ഏത് വായിക്കോട്ടെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഇനിയും വെയിറ്റ് സ്റ്റെക്കിൻ്റെ ടിപ്സിന് വേണ്ടിയിട്ട് അപ്പം വെയിറ്റ് സ്റ്റെക്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നാത്തൂൻസ് കിച്ചൺ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.